ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട്ലി ടീച്ചർ. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് S2 ബോട്ടണിയിലെ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അറിയാമല്ലോ, S2 ബോട്ടണി കുറച്ച് ടഫാണ്. നമുക്ക് മൈക്രോ ടെക്നിക്ക്, സ്റ്റെയിനിങ് ആൻഡ് സ്റ്റെയിനിങ് മെത്തേഡ്സ്, അതുപോലെ തന്നെ ബയോ ഫിസിക്സ്, ബയോസ്റ്റാറ്റിക്സ്, ഇത്രയും ടോപ്പിക്സാണ് നമ്മുടെ S2 ബോട്ടണിയിലുള്ളത്. എല്ലാം അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ്. അതിൽ ഞാനിന്ന് ബയോ ഫിസിക്സ് ആണ് ഡീൽ ചെയ്യുന്നത്. ബയോ ഫിസിക്സിൽ നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ, ക്രോമറ്റോഗ്രാഫി, സ്പെക്ട്രോമീറ്റർ, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റായിട്ടുള്ള സെൻട്രിഫ്യൂഗേഷനാണ് നോക്കുന്നത്. സെൻട്രിഫ്യൂഗേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു എസ്സേക്ക് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. സെൻട്രിഫ്യൂഗേഷൻ എന്തെന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ ഒരു 4 മാർക്കിന് ചോദിക്കും. എസ്സേ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൈൻഡ്സ് ഓഫ് സെൻട്രിഫ്യൂഗേഷനൊക്കെ എഴുതി വെക്കേണ്ടതുണ്ട്. അപ്പോൾ അത്രയാകുമ്പോഴാണ് എസ്സേ. 4 മാർക്ക് ആണെങ്കിലും നമ്മൾ കൈൻഡ്സ് ഓഫ് സെൻട്രിഫ്യൂഗേഷനും കൂടെ എഴുതുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യമേ ബയോ ഫിസിക്സ് എന്താണെന്ന് നോക്കാം. ബയോ ഫിസിക്സ് എന്ന് പറയുമ്പോൾ ബയോളജി വിത്ത് ഫിസിക്സ്, ബയോളജി ഡീൽസ് വിത്ത് ഫിസിക്സിനെയാണ് ബയോ ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ബയോളജി, അതുപോലെ തന്നെ മാത്സിൽ, സ്റ്റാറ്റിസ്റ്റിക്സിൽ, കെമിസ്ട്രിയിൽ, ഇതുപോലെ പലതിലും സയൻസിൻ്റെ പല ബ്രാഞ്ചിലും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിക്സിൻ്റെ ബ്രാഞ്ചുമായിട്ട് യൂസ് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ടെക്നിക്സ് നമുക്ക് ഡീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതാണ് ബയോ ഫിസിക്സ് എന്ന് പറയുന്നത്. ഇനി ബയോഫിസിക്കൽ ടെക്നിക്സ് ആണ് സെൽ ഫ്രാഗ്മെൻറ്റേഷൻ, അതൊക്കെയാണ് സെപ്പറേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. അതിൽ സെൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ സെല്ലിനെ ക്രാക്ക് ചെയ്തിട്ട് അതിലെ കമ്പോണൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് സെൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് 2 പ്രോസസ്സാണുള്ളത്, ഹോമോജനൈസേഷനും അതുപോലെ തന്നെ സെൻട്രിഫ്യൂഗേഷനും. അതിൽ നമുക്ക് ഹോമോജനൈസേഷൻ എന്താണെന്ന് സിലബസ് പ്രകാരം പഠിക്കാനില്ല, പകരം സെൻട്രിഫ്യൂഗേഷനാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ തന്നെ നോക്കാം. സെൻട്രിഫ്യൂഗേഷൻ എന്താണ്, അതിൻ്റെ ടൈപ്സ് എന്താണ്, ഇത്രയാണ് നമുക്ക് സെൻട്രിഫ്യൂഗേഷനിൽ പഠിക്കാനുള്ളത്. അതിൽ അതിൻ്റെ പ്രിൻസിപ്പിൾ പഠിക്കാനുണ്ട്, വർക്കിംഗ് പഠിക്കാനുണ്ട്, അതിൻ്റെ പാർട്സ് പഠിക്കാനുണ്ട്. അതെല്ലാം പഠിക്കുമ്പോൾ സെൻട്രിഫ്യൂഗേഷൻ കംപ്ലീറ്റ് ആവും. സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത് സെപ്പറേഷൻ ആൻഡ് സെഡിമെൻറ്റേഷൻ ഓഫ് സബ്സെല്ലുലാർ ഫ്രാക്ഷൻസ് ഓഫ് ദി ഹോമോജീനേറ്റ് അക്കോർഡിംഗ് ടു ദ സൈസ്, മാസ്, ഡെൻസിറ്റി ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഒരു സെല്ലിൻ്റെ അല്ലെങ്കിൽ ഒരു സെൽ മെംബ്രെയിൻ്റെ മാസ്, സൈസ്, ഡെൻസിറ്റി, ഗ്രാവിറ്റി, ഇതെല്ലാം നോക്കിയിട്ട് അതിൻ്റെ സെപ്പറേഷനെയും സെഡിമെൻറ്റേഷനെയും ആണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. സബ് സെല്ലുലാർ ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ സെഡിമെൻറ്റേഷൻ ആൻഡ് സെപ്പറേഷൻ ഓഫ് സെൽസ് എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, സൈസ്, മാസ്, ഡെൻസിറ്റി ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി. അതാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ സെൻട്രിഫ്യൂഗേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, അതിനെയാണ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. 1 മാർക്കിനൊക്കെ ചോദിക്കും, വാട്ട് ഈസ് സെൻട്രിഫ്യൂജ്. അപ്പോൾ ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഇൻ സെൻട്രിഫ്യൂഗേഷൻ ഈസ് കാൾഡ് സെൻട്രിഫ്യൂജ്. ഇനി ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പാർട്സാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. ഇതിലൊരു റോട്ടറുണ്ട്. റോട്ടർ എന്ന് പറയുമ്പോൾ ഒരു സിലിണ്ടറിക്കൽ പോർഷനാണ്, അതിനെയാണ് റോട്ടർ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ള സാമ്പിളിനെ പ്ലേസ് ചെയ്യുന്നത്. റോട്ടർ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പോർഷൻ. ഇവിടെ നമ്മൾ സാമ്പിൾസിനെ പ്ലേസ് ചെയ്യുന്നുണ്ട്, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ള സാമ്പിൾസിനെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാക്കി പഠിച്ചാൽ വളരെ എളുപ്പമായിരിക്കും. ഈ റോട്ടർ എന്താണ്, ഒരു സെൻട്രൽ ആക്സിസിൽ വെച്ച് ഹൈ സ്പീഡിൽ സ്പിൻ ചെയ്യും അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യും. ഈ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നൊരു പോർഷനാണ്, ഒരു സെൻട്രൽ ആക്സിസിനെ കൺസിസ്റ്റ് ചെയ്തിട്ട് ഹൈ സ്പീഡിൽ ഇത് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് എർത്തിൻ്റെ ഗ്രാവിറ്റിയേക്കാളും കൂടുതലും ആയിരിക്കും. ഇത്തരത്തിൽ ഒരു ഹൈ സ്പീഡ് റൊട്ടേഷണൽ മൂലം ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അവിടെ ഉണ്ടാവും. അത് സെൻറ്ററിൽ നിന്ന് എവേ ആയിട്ടായിരിക്കും ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഫോം ചെയ്യുന്നത്. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ റോട്ടറിൻ്റെയും അതുപോലെ തന്നെ റേഡിയസ് ഓഫ് റൊട്ടേഷൻ്റെയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്പീഡ് ഓഫ് ദ റോട്ടർ ആൻഡ് റേഡിയസ് ഓഫ് ദ റൊട്ടേഷൻ്റെ റേഡിയസിനെയും അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ദി റോട്ടറിനെയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് നമുക്ക് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മൾട്ടിപ്ലൈസ് ഓഫ് എർത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതായത് നമ്മുടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് എർത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും മൾട്ടിപ്ലൈ ചെയ്താണ് കാണപ്പെടുന്നത്. നമ്മുടെ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണ്, 9.8. നമ്മുടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വരുമ്പോൾ ജി എത്രയാവും,
918 കിട്ടും cm/s². ഇനി നമുക്ക് ഇതിൽ നോക്കാനുള്ള വേറൊരു ടേമാണ് റിലേറ്റീവ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. എന്താണ് റിലേറ്റീവ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അതായത് RCF. ഇതും 1 മാർക്ക് 2 മാർക്കിന് കയറി ചോദിക്കും. നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. റിലേറ്റീവ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സാമ്പിൾ ഡ്യൂറിങ് സെൻട്രിഫ്യൂഗേഷൻ. സിമ്പിളാണ്. സെൻട്രിഫ്യൂഗേഷൻ ടൈമിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് റിലേറ്റീവ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഡ്യൂറിങ് സെൻട്രിഫ്യൂഗേഷൻ എ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സാമ്പിൾ ആൻഡ് ഇറ്റ് ഈസ് കാൾഡ് റിലേറ്റീവ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഇതെന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ഓഫ് റൊട്ടേഷൻ ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതുപോലെ തന്നെ നമ്പർ ഓഫ് റവല്യൂഷൻ പെർ മിനിറ്റ്. ഒരു മിനിറ്റിലുള്ള നമ്പർ ഓഫ് റവല്യൂഷൻ, റേഡിയസ് ഓഫ് ദ റൊട്ടേഷൻ, അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതിൻ്റെ ഇക്വേഷനും കൂടെ നോക്കാം. RCF is equal to ω² R ഡിവൈഡഡ് ബൈ 918. ഇതാണ് നമ്മുടെ റിലേറ്റീവ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കേണ്ടതാണ്. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണമാണ് നമ്മുടെ ഈ പാർട്ടിക്കിൾ സെൻറ്ററിൽ നിന്ന് മൂവ് എവേ ചെയ്ത് പോവുകയും വേറെ ലെയേഴ്സായിട്ട് സെറ്റിൽ ചെയ്യുകയും ചെയ്യുന്നത്. ഈ സെഡിമെൻറ്റേഷൻ റേഷ്യോനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇത്തരത്തിൽ എങ്ങനെയാണ് ഇനി ഇത് മൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഹെവിയർ പാർട്ടിക്കിൾ ആദ്യമേ മൂവ് ചെയ്തിട്ട് ഔട്ടർ വാൾ ഓഫ് ദ ട്യൂബിൽ പോയി ഡിപ്പോസിറ്റ് ചെയ്യും. ഹെവിയർ പാർട്ടിക്കിൾസ് ആദ്യമേ മൂവ് ചെയ്തിട്ട് ഔട്ടർ വാൾ ഓഫ് ദ ട്യൂബിൽ പോയി ഡിപ്പോസിറ്റ് ചെയ്യും. ലൈറ്റർ പാർട്ടിക്കിൾ ഇതിനെ ഫോളോ ചെയ്ത് ഒരു സീക്വൻസ് ആയിട്ട് റെഗുലർ സീക്വൻസ് ആയിട്ട് ഇതിനെ ഫോളോ ചെയ്ത് പോകും. എന്തിനെന്ന് വെച്ചാൽ മാസ് ഡിക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ഇൻറ്റൻസിറ്റി ഓഫ് ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. F is equal to mω² R. ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. F is equal to mω² R. ആ ഇക്വേഷൻ എഴുതുന്നത് 2 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. ഇക്വേഷൻ എഴുതിയിട്ട് ഓരോ ടേംസും എന്താണെന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആ 2 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. F is equal to mω² R. F എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, M എന്ന് പറയുന്നത് എഫക്റ്റീവ് മാസ് ഓഫ് ദ സെഡിമെൻറ്റിംഗ് പാർട്ടിക്കിൾ, ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ഓഫ് റൊട്ടേഷൻ, R എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മൈഗ്രേറ്റിംഗ് പാർട്ടിക്കിൾ ആൻഡ് ദി സെൻട്രൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇത്രയും നമ്മളൊന്ന് പഠിച്ചു വച്ചേക്കണം. ഇനി നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ ടൈമിലുണ്ടാവുന്നത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി പറയാൻ പോകുന്ന പോർഷൻസിൽ ഒരുപാട് 1 മാർക്ക് 2 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കേണ്ടതാണ്. ടെക്സ്റ്റിൽ മാർക്ക് ചെയ്ത് പഠിച്ചാൽ മാത്രം മതിയാവും. നോട്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതണമെന്ന് പോലും ഇല്ല. അപ്പോൾ ഡ്യൂറിങ് സെൻട്രിഫ്യൂഗേഷൻ ദ സസ്പെൻഡഡ് പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ ഓൺ ദ ബോട്ടം ഓഫ് എ വെസൽ ഡ്യൂ ടു ഗ്രാവിറ്റി. ഒരു വെസലിൻ്റെ ബോട്ടത്തിൽ ഈ സസ്പെൻഡഡ് പാർട്ടിക്കിൾ സെറ്റിലാവുന്നു, അതായത് അവിടെ അത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ റോട്ടറിൻ്റെ റൊട്ടേഷൻ അല്ലെങ്കിൽ സ്പിന്നിങ് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ സെഡിമെൻറ്റേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഇതുപോലൊരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് ഈ സാമ്പിൾ പാർട്ടിക്കിളിലെ സെഡിമെൻറ്റേഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. The rate of sedimentation of the centrifugal particle is called sedimentation coefficient. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. The rate of sedimentation particle-നെയാണ് sedimentation coefficient എന്ന് പറയുന്നത്. സെൻട്രിഫ്യൂഗേഷനിലുള്ള സെഡിമെൻറ്റേഷൻ പാർട്ടിക്കിളിൻ്റെ റേറ്റിനെയാണ് sedimentation coefficient എന്ന് പറയുന്നത്. അത് നിങ്ങൾ പേനയോ പെൻസിലോ ഇട്ട് ടെക്സ്റ്റിലൊന്ന് മാർക്ക് ചെയ്ത് പോയാൽ മതി. The unit of its measure is called set verb unit. S എന്ന് സൂചിപ്പിക്കും. ഈ 2 പോയിൻ്റ് എഴുതി വെച്ചാൽ മതി. നെക്സ്റ്റ്, ദ സസ്പെൻഷൻ ലെഫ്റ്റ് എബോവ് ദ സെഡിമെൻറ്റ് ആഫ്റ്റർ സെൻട്രിഫ്യൂഗേഷൻ കാൾഡ് സൂപ്പർനേറ്റൻ്റ്. ആ സൂപ്പർനേറ്റൻ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സൂപ്പർനേറ്റൻ്റ് എന്താണെന്ന് എഴുതാൻ ചോദിക്കും. അപ്പോൾ ദ സസ്പെൻഷൻ ലെഫ്റ്റ് എബോവ് ദ സെഡിമെൻറ്റ്, സെൻട്രിഫ്യൂഗേഷന് ശേഷം നമ്മുടെ സെഡിമെൻറ്റിൻ്റെ ലെഫ്റ്റായിട്ട് ഉണ്ടാവുന്ന ആ ഒരു സസ്പെൻഷനെയാണ് സൂപ്പർനേറ്റൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറൻറ്റ് പാർട്ടിക്കിൾസ് ഡിഫറൻറ്റ് ടൈംസിൽ ഡിഫറൻറ്റ് റേറ്റിൽ ഡിഫറൻറ്റ് സൈറ്റിലാണ് ഒക്കുപ്പൈ ചെയ്യുന്നത്. അതായത് സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞിട്ട് ഡിഫറൻറ്റ് പാർട്ടിക്കിൾസ് സെറ്റിലാവുന്നത്
ഡിഫറൻ്റ്ലി ആയിട്ടുള്ള ഡിഫറൻറ്റ് ടൈമിൽ ഡിഫറൻറ്റ് റേറ്റിൽ ഡിഫറൻറ്റ് സൈറ്റ്സിലാണ്. ഇതിനെയാണ് ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. നല്ലപോലെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷനും അതുപോലെ തന്നെ ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് സെൻട്രിഫ്യൂഗേഷനും എന്താണ്, അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നൊരു 4 മാർക്കിന് എഴുതാനാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ഇമ്പോർട്ടൻ്റ് എന്നും പറഞ്ഞ് തന്നെ മാർക്ക് ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഡിഫറൻറ്റ് പാർട്ടിക്കിൾസ് ഡിഫറൻറ്റ് ടൈമിൽ ഡിഫറൻറ്റ് റേറ്റിൽ ഡിഫറൻറ്റ് സൈറ്റിലുണ്ടാകുന്ന ആ ഒരു ഒക്കുപ്പേഷനെയാണ് ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. ഈ സമയം ഇവിടെ എന്ന് പറയുന്നത് ഹോൾ ഫ്രാക്ഷൻസും കംപ്ലീറ്റ് ആയിട്ടും ടോട്ടലായിട്ടും ഇത് ചെയ്യുന്നുണ്ട്, സെറ്റിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദ സൂപ്പർനേറ്റൻ്റ് ലെഫ്റ്റ് ആഫ്റ്റർ ഫൈനൽ സെൻട്രിഫ്യൂഗേഷൻ കാൾഡ് സോലിബിൾ ഫ്രാക്ഷൻ. സോലിബിൾ ഫ്രാക്ഷൻ എന്നാണ് അതിനെ പറയുന്നത്. ഇതിലെന്ന് പറയുന്നത് ഇനി നമ്മുടെ ഈ സോലിബിൾ ഫ്രാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ ടൈമിൽ എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആ ടൈമിൽ എൻസൈംസ്, ലോവർ മോളിക്കുലാർ റേറ്റ്, അതുപോലെ തന്നെ കുറച്ച് സൈറ്റോസോൾ ലൈക്ക് ഷുഗേഴ്സ്, അമിനോ ആസിഡ്സ് എക്സെട്ര ഇവയൊക്കെ തന്നെ ഈ ടൈമിൽ ഇവിടെ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇവരുടെയൊക്കെ സെപ്പറേഷനാണ് നമ്മുടെ ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷനിൽ നടക്കുന്നത്. ഇനി അടുത്തത് നോക്കാം. ഇൻ ക്ലാസിക്കൽ ഫ്രാക്ഷൻ ആൻഡ് സെൻട്രിഫ്യൂഗേഷൻ സെൽ കമ്പോണൻസ് 4 സക്സസീവ് ഫ്രാക്ഷനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിഫറൻറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ മൈറ്റോകോൺട്രിയൽ ഫ്രാക്ഷൻ, അതുപോലെ തന്നെ മൈക്രോ ക്രോമസൽ ഫ്രാക്ഷൻ ആൻഡ് സോലിബിൾ ഫ്രാക്ഷൻ. 3 പേരായി. മൈറ്റോകോൺട്രിയൽ ഫ്രാക്ഷൻ, മൈക്രോ ക്രോമസൽ ഫ്രാക്ഷൻ ആൻഡ് സോലിബിൾ ഫ്രാക്ഷൻ. ഇനി നമ്മുടെ DNA ആൻഡ് RNA എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള DNAനെയും RNAനെയും അതായത് സെപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ സെൻട്രിഫ്യൂഗേഷനിൽ ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ്. ഇതിനെയാണ് ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെൻട്രിഫ്യൂഗേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് കൈൻഡ്സ് ഓഫ് സെൻട്രിഫ്യൂഗേഷനാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ 3 കൈൻഡ്സ് ഓഫ് സെൻട്രിഫ്യൂഗേഷനാണുള്ളത്. ലോ സ്പീഡ് സെൻട്രിഫ്യൂഗ്സ്, ഹൈ സ്പീഡ് സെൻട്രിഫ്യൂഗ്സ്, അതുപോലെ തന്നെ അൾട്രാ സെൻട്രിഫ്യൂഗ്സ്. ഒന്നി ഇത് എല്ലാം കൂടെ 4 മാർക്കിന് ചോദിക്കുക, അല്ലെങ്കിൽ ചിലപ്പം ഇതിലേതെങ്കിലും 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. ലോ സ്പീഡ് സെൻട്രിഫ്യൂഗ്സ് എന്താണെന്ന് നോക്കാം. ഇതെന്ന് പറയുന്നത് ഓർഡിനറി ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂഗാണ്. ഇവിടെ എന്ന് പറയുമ്പം ഹെവി പാർട്ടിക്കിൾസിൻ്റെ സെഡിമെൻറ്റേഷന് വേണ്ടിയാണ് ഈ ലോ സ്പീഡ് ഹൈ സെൻട്രിഫ്യൂഗ്സ് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ റോട്ടറിൻ്റെ മിനിമം സ്പീഡ് എന്ന് പറയുന്നത് 5000 RPM ആണ്. ഇവിടുത്തെ RCF വാല്യൂ എന്ന് പറയുന്നത് 3000 ഗ്രാമാണ്. ഇത് റൂം ടെമ്പറേച്ചറിലാണ് യൂസ് ചെയ്യുന്നത്. ഈ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകത്തിലുള്ള ഡിവൈസ് ഒന്നും തന്നെ ഈ ലോ സ്പീഡ് സെൻട്രിഫ്യൂഗ്സിലില്ല. ഇതാണ് നമ്മുടെ ലോ സ്പീഡ് സെൻട്രിഫ്യൂഗ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹൈ സ്പീഡ് സെൻട്രിഫ്യൂഗ്സ്. ഇതെന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂഗാണ്. ഇവിടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു റോട്ടർ ചേംബർ ഉണ്ട്. ഇത് ബയോളജിക്കൽ സാമ്പിൾസ് പോലുള്ള എൻസൈംസൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ റോട്ടറിൻ്റെ സ്പീഡെന്ന് പറയുന്നത് 2000 RPM ആണ്. ഇവിടുത്തെ RCF വാല്യൂ എന്ന് പറയുന്നത് 5000 ഗ്രാമാണ്, 50,000 ഗ്രാമാണ്. ഇനി നെക്സ്റ്റ് അൾട്രാ സെൻട്രിഫ്യൂഗ്സ്. ഒറ്റയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള നല്ലൊരു ക്വസ്റ്റ്യനാണ് അൾട്രാ സെൻട്രിഫ്യൂഗ്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് മോസ്റ്റ് സ്പോസ്റ്റിക്കേറ്റഡ് ആൻഡ് റെഫ്രിജറേറ്റഡ് ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂഗാണ്. ഇവിടുത്തെ റോട്ടർ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഹൈ സ്പീഡ്, അതായത് 75,000 RPM-ലാണ് കറങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണ്? 50,000 ഗ്രാമുമാണ്. ഇത് ഒരു വാക്വത്തിലൂടെ റൺ ചെയ്യുന്നുണ്ട്. അതായത് ഫ്രിക്ഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി, ടർബുലൻസും ഫ്രിക്ഷനും ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഒരു വാക്വത്തിലൂടെ ഇവ റൺ ചെയ്യുന്നത്. ഇത് വൈറസസ്, അതുപോലെ തന്നെ എക്സ്ട്രീംലി മൈന്യൂട്ട് സബ്സെല്ലുലാർ കമ്പോണൻസ്, നെക്സ്റ്റ് എന്ന് പറയുന്നത് മോളിക്കുലാർ വെയിറ്റ്, പ്രോട്ടീൻസ്, എൻസൈംസ്, ന്യൂക്ലിക് ആസിഡ് ഇവയുടെയൊക്കെ ഡിറ്റർമിനേഷന് വേണ്ടിയാണ് ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ അനലിറ്റിക്കൽ മെഷേഴ്സിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ അൾട്രാ സെൻട്രിഫ്യൂഗ്സ് എന്ന് പറയുന്നത് 2 കൈൻഡ്സ് ഉണ്ട്. പ്രിപ്പറേറ്റീവ് അൾട്രാ സെൻട്രിഫ്യൂഗ്സും അതുപോലെ തന്നെ അനലിറ്റിക്കൽ അൾട്രാ സെൻട്രിഫ്യൂഗ്സ് എന്നും. ഈ അനലിറ്റിക്കൽ അൾട്രാ സെൻട്രിഫ്യൂഗ് എന്ന് പറയുന്നത് വിൻഡോ ആൻഡ് ഒപ്റ്റിക്കൽ സിസ്റ്റത്തിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ സെഡിമെൻറ്റേഷൻ പാർട്ടിക്കിൾസിനെ നമുക്ക് സെഡിമെൻറ്റേഷൻ റേറ്റ്സ് വെച്ച് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്.